ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ദുപ്പട്ട മേക്കിങ്ങിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. സാധാരണ കല്യാണങ്ങൾക്കൊക്കെ ദുപ്പട്ട ഉപയോഗിക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു ദുപ്പട്ട ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദുപ്പട്ടയുടെ ഉപയോഗം എങ്ങനെയാണ് കാണിക്കുന്നതിന് മുമ്പ് ഇതിന്റെ സ്റ്റിച്ചിങ് ചെറുതായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് നമ്മൾ മെയിൻ മെറ്റീരിയൽ 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെൽവെറ്റിന്റെ മെറ്റീരിയൽ 1 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയലിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 49 ഇഞ്ചാണ്. അപ്പൊ ഇതിന് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ആ വെൽവെറ്റിന്റെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം. ഈ വെൽവെറ്റിന്റെ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു മെയിൻ മെറ്റീരിയലിന്റെ 2 സൈഡിലായിട്ട് ഒരു ബോർഡർ പോലെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിന്റെ വിഡ്ത്തിലാണ് വെക്കേണ്ടത്, നമുക്ക് ലെങ്ത്തിലല്ല കിട്ടേണ്ടത്, വിഡ്ത്തിലാണ് വെക്കേണ്ടത്. അത്യാവശ്യം വീതിയിൽ വെക്കുകയും വേണം. അപ്പം നമുക്ക് ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് 4ആയിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ലേസുകളും അതുപോലെ ഗമ്മ്, ഗ്ലിറ്ററിങ് പൗഡർ എല്ലാം നമുക്ക് ഒന്ന് എടുത്ത് വെക്കാം. ഇതിൽ ഇത്രയും മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ദുപ്പട്ട ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൻ മെറ്റീരിയലിൻ്റെ ഏറ്റവും അറ്റത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു വെൽവെറ്റ് മെറ്റീരിയലിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഈ വെൽവെറ്റ് മെറ്റീരിയലിന്റെ 4 സൈഡിലും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിന് ചുറ്റും ഓരോ ലേസായിട്ട് തയ്ച്ച് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു ലേസ് ആ ഒരു ഷോളിനകത്ത്, അതായത് ആ ഒരു ദുപ്പട്ടയ്ക്കകത്ത് ഒരു കർവ് ഷേപ്പായിട്ട് നമ്മൾ വരച്ചതിൽ കാണിച്ചല്ലോ, ആ ഒരു ഭാഗത്ത് വരുന്ന ലേസാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെയും ഈ ഒരു ലേസിൻ്റെയും അതുപോലെ തന്നെ ആ വെൽവെറ്റ് മെറ്റീരിയലിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഭാഗങ്ങൾ മൊത്തം നമുക്ക് ആ ഒരു സ്റ്റോൺ വെച്ച് ഒട്ടിച്ചും കൊടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ആ ഒരു ലേസുകളെല്ലാം തന്നെ ഈ ഒരു ദുപ്പട്ടയ്ക്കകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ സ്റ്റോണും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെയിം കൊടുക്കുന്നതാണ്. നമ്മൾ ദുപ്പട്ടയ്ക്കകത്ത് സാധാരണയായിട്ട് നെയിമൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് അവരുടെ ഫസ്റ്റ് ലെറ്റർ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. ഈ ഒരു നെയിം ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും മുകളിൽ കർവ് ഷേപ്പിൽ നമ്മൾ ആ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്ത് അവിടെ നിന്നും ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 15 ഇഞ്ച് താഴ്ത്തിയിട്ട് അവിടെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെറ്റർ കൊടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷോളിൻ്റെ ലാസ്റ്റ് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ ലേസൊക്കെ നേരത്തെ കർവ് ഷേപ്പ് തയ്ക്കുന്നതിൻ്റെ അവിടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോണൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്. ഇതുപോലെയൊക്കെ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു ദുപ്പട്ടയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ആ സൈഡിലും 2 സൈഡിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ കുറച്ച് താഴ്ത്തിയിട്ടാണ് ഈ ഒരു നെയിം നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഈ ഒരു ഷോള് ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൂടെ കാണിക്കാം. ഇതിൻ്റെ കറക്റ്റ് വീഡിയോ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ റഫായിട്ടൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.